ഇതൊക്കെ എന്തിനാടി നീ ഒളിപ്പിച്ചു വെച്ചത്? കൊല്ലും ഞാൻ ആ നായെ. ഇവനെപ്പോലുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല. അഭി വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന പടേ 5 കാര്യങ്ങളൊക്കെ പറഞ്ഞതും പൊട്ടിത്തെറിച്ചുണ്ടവൻ ചാടിയിറങ്ങി. നീ അയാളൊന്നും ചെയ്യരുത് അഭി. അങ്ങനെ ചെയ്യാനാണെങ്കിൽ എന്നും ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുമായിരുന്നു. അവനെപ്പോലെയുള്ളവനെ എന്തെങ്കിലും ചെയ്തിട്ട് നീ ജയിലിൽ പോയി കിടക്കുന്നത് കാണാനാണോ ഞാൻ ഈ കാലം മുഴുവനും ഇതൊക്കെ സഹിച്ചത്? എനിക്കിനി അയാളെ വേണ്ട, എൻ്റെ മോൾക്കും. അങ്ങനെ തീരുമാനിച്ചു തന്നെയാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അയാൾ എങ്ങനെ ജീവിച്ചോട്ടെ, അത് നമ്മൾ അന്വേഷിക്കേണ്ട. എനിക്ക് അയാളിൽ നിന്നും ഒരു മോചനം വേണം, അത് മാത്രം മതി. കരുതുള്ളി ചാടി എഴുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോയ അഭിബലമായി പിടിച്ചു നിർത്തിക്കൊണ്ട് ആര്യ പറഞ്ഞു. അവനെ വെറുതെ വേണമെന്നാണോ ആര്യ നീ പറയുന്നത്? അത് നടക്കില്ല, കൊല്ലും ഞാൻ ആ പട്ടിയെ. ദേഷ്യം കൊണ്ട് ചുവന്നു പോയ കണ്ണുകളോടെ അവൻ തിരക്കി. അയാൾ എവിടെയെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, എന്നെ അത് ബാധിക്കില്ല. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കൊട്ടും താല്പര്യവുമില്ല. ഇതിന്റെ പേരിൽ അയാളോട് ഒരു പ്രശ്നത്തിന് നീ പോകില്ലെന്ന് എനിക്ക് വാക്ക് തബി. അബിക്ക് മുന്നിൽ കൈ നീട്ടി നിന്നുകൊണ്ട് ആര്യ പറഞ്ഞു. എന്റെ ചേച്ചി, ജിത്തിവട്ടൻ അയാളോട് ഒരു വഴക്കിനും പോകില്ലെന്ന് ഞാൻ ഉറപ്പ് തന്നാ പോരെ എന്റെ ചേച്ചിക്കുട്ടിക്ക്? പല്ല് കടിച്ചു പിടിച്ച് ദേഷ്യം മടക്കി നിൽക്കുന്ന അബി ഒന്ന് നോക്കിയിട്ട് ആര്യയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു നിവി. മതി, എനിക്ക് നിന്നെ വിശ്വാസമാണ്. തലയാട്ടിക്കൊണ്ട് പതിയെ പറഞ്ഞു ആര്യ. എന്നാ പിന്നെ ഇനി അയാളുടെ കാര്യം പറഞ്ഞ് വെറുതെ നമുക്ക് എന്തിനാ സമാധാനക്കേട്? അത് വിട്ടേക്കാം. നാളെ തന്നെ നല്ലൊരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ നമുക്ക് ചായ കുടിക്കാം. ജിത്തുവേണ് കട്ട മതിയല്ലോ. അതുവരെ അബിയുടെ ഒരു പരിധിയിൽ കൂടുതൽ സംസാരിക്കാത്തവൾ എല്ലാവർക്കും ഒരു ആശ്വാസമാകും വിധത്തിൽ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. നിവി അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിൽ കട്ടൻ പോലും കുടിക്കാതെ മുറിയിൽ കയറി വന്നിട്ട് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം മടക്കാൻ ശ്രമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവനെ കാണേ മുറി വാതിൽക്കൽ നിന്ന് ഒന്ന് എത്തി നോക്കി നിവി. അതെ ജിത്തുവേട്ടാ. തല മാത്രം അകത്തേക്കിട്ട് നിവി മെല്ലെ വിളിച്ചു. എന്താ എന്താ വേണ്ടത് നിനക്ക്? നീ അവൾക്ക് വാക്ക് കൊടുത്തത് വിട്ടതല്ലേ അവനൊന്നും ചെയ്യരുതെന്ന്? എൻ്റെ ആരെയെ വേദനിപ്പിച്ച് അവനെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല നിവിത. കടുത്ത ദേഷ്യത്തോടെ അബി പറഞ്ഞു. അതിനാച്ചതിനെ വെറുതെ വിടാൻ ഞാൻ പറഞ്ഞോ? വാതിൽ മെല്ലെ നഖം കൊണ്ടൊന്ന് പോറിക്കൊണ്ട് നിവി ചോദിച്ചു. എന്താണ്? അവളുടെ ചോദ്യവും മുഖത്തെ കള്ളത്തരവും കാണി കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി അബി. അതിപ്പോ അവന് നല്ല ഇരിട്ടടി കൊടുക്കാലോ. ആളാരെന്ന കാര്യം എന്തെന്നും അറിയാതെയും അവൻ അറിയാതെയും ഇരുന്ന പോരെ. നിവി പല്ല് മുഴുവനും കാണിച്ചു ചിരിയോടെ അവനോട് തിരക്കി. അവൾ അത് പറഞ്ഞതും നീ ഇത്ര ഭീകരിയോ എന്ന പോലെ അബി അന്തം വിട്ട് നിവിയെ നോക്കി നിന്ന് പോയി. അത് വേറൊന്നും കൊണ്ടല്ല ജിത്തുവേട്ട, ചേച്ചിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അതിൻ്റെ കൂടെ ജിത്തുവേട്ടൻ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുമോ എന്നുള്ള പേടിയും. ചേച്ചി പാവല്ലേ, അതിനെ പേടിപ്പിക്കാതെ അയാളെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തേക്ക്. കിടന്ന് നരകിക്കണം. മീശി നിൽക്കുന്നവനെ നോക്കി വെളുക്കനെ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പെണ്ണു പറയുന്ന കേട്ട് ഞെട്ടിപ്പോയി അബി. പിന്നെ ഒരു കാര്യം കൂടെ, ആ വൈഷ്ണവിക്ക് തല്ല് കൊടുക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണം. അവളോട് എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പോകുമ്പോൾ ഞാൻ മുഖം മറച്ചോളാം. അതുവരെ ദേഷ്യം കൊണ്ട് തിളച്ചു നിന്നവൻ അവളുടെ വർത്തമാനം കേൾക്കെ പൊട്ടി വന്ന ചിരിയോടെ അവളെ നോക്കി കൈയും കെട്ടി ചുമരിൽ ചായർ നിന്നു. നിവിയുടെ വർത്തമാനത്തിൽ ദേഷ്യമൊന്ന് അടങ്ങിയവൻ അവൾക്ക് പിന്നാലെ ഹാളിലേക്ക് വന്ന് എല്ലാവർക്കൊപ്പം ഇരുന്നു. നീ ഈ കട്ടൻ എടുത്ത് കുടിക്കാൻ നോക്കബി. ഇനിയും ചൂട് വേണമെങ്കിൽ ഞാൻ ചൂടാക്കി തരാം. അവൻ വന്ന ആര്യയുടെ അടുത്തിരുന്നതും രാധിക പറഞ്ഞു. ഇനി ചൂടാകണ്ട, ഈ ചൂട് മതി. കട്ടൻ ഒഴിച്ചു വെച്ചിരുന്ന ഗ്ലാസ് കയ്യിലെടുത്തിട്ട് അബി പറഞ്ഞു. നാളെ തന്നെ നമുക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ കാണാൻ പോകണം കേട്ടോ. ഞാൻ അന്വേഷിക്കട്ടെ. കയ്യിലിരുന്ന് ചായ കുടിക്കാതെ മുഖം കുനിച്ച് ആലോചനയോടെ ഇരിക്കുന്ന ആര്യയുടെ തല്ലിൽ നിന്ന് തലോടിക്കൊണ്ട് അബി പറഞ്ഞു. അബി, എനിക്കിനി സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ കുഞ്ഞ് വളർന്നു വരുവാണ്. അമ്മ ജീവിക്കുന്ന ഈ പുഴുത്ത ജീവിതം കണ്ട് ഇതാണ് ദാമ്പത്യമെന്ന് എൻ്റെ കുഞ്ഞ് കരുതി പോകുമെന്ന് ഭയന്ന് കൂടുതൽ പറയാനാവാതെ വിങ്ങി കരഞ്ഞുകൊണ്ട് അബിയുടെ തോളിൽ മുഖം പൂഴ്ത്തിയിരുന്ന് ഏങ്ങലടിച്ചു ആര്യ. കരയല്ലേ, കഴിഞ്ഞതൊന്നും നീ ഇനി ഓർക്കണ്ട. ഓർമ്മിച്ചാൽ കൂടുതൽ വേദനിക്കും. അതൊക്കെ മറന്നേക്ക്. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയില്ലേ? അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ കൂടപ്പിറപ്പിൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഓർത്ത് അവരുടെ നെഞ്ചും പിടയുന്നുണ്ടായിരുന്നു. എനിക്ക് അയാളിൽ നിന്നും ഒരു മോചനം കിട്ടിയാൽ മതി അബി. ഇനി എനിക്ക് അയാൾക്കൊപ്പം ഒരു ജീവിതം വേണ്ട. ആദ്യമായി ഇങ്ങനൊരു സ്വഭാവം അയാളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയതാണ് ഞാൻ. ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നു എനിക്ക്. പിന്നെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ മോശമായതോടെ അയാൾ എങ്ങനെയൊക്കെയോ ജീവിക്കട്ടെ, ആരും ഒന്നും അറിയാതിരുന്നാൽ മതിയെന്നേ ഞാൻ അന്നൊക്കെ കരുതിയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഏതോ ഒരു സ്ത്രീയുടെ ഭർത്താവ് അയാളുടെ കൈ തല്ലിയൊടിച്ചു. അത് കഴിഞ്ഞ് ആ മനുഷ്യൻ എന്നെ കാണാൻ വന്നു അബി. കഴിഞ്ഞ 6 വർഷമായി ആ സ്ത്രീയുമായി അയാൾക്ക് ബന്ധമുണ്ടെന്ന്. ആ മനുഷ്യൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഈ വിവരം ആരും കൃത്യമായി അറിയിച്ച നാട്ടിൽ വന്നതാണ്.
രണ്ടാളെയും ഒരുമിച്ച് പോട്ടും. അതിനു മുൻപ് എന്നോട് രക്ഷപ്പെട്ടു പോകാൻ പറയാനാണ് ആ മനുഷ്യൻ വന്നത്. പക്ഷെ അയാൾ പറഞ്ഞതിലും വലിയ കാഴ്ചകൾ കണ്ട് ആ വീട്ടിൽ ജീവനില്ലാത്ത ശരീരവുമായി കഴിയുന്ന എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ എൻ്റെ മോളെ വേണമായിരുന്നു അബി. അവളില്ലാതെ ഞാൻ മാത്രം അവിടെ നിന്ന് എങ്ങനെ പോരും? പക്ഷേ അവൾക്ക് ജന്മം കൊടുത്തവൻ ഇത്രയും മോശമായൊരുവനാണെന്ന് ഞാൻ പറഞ്ഞാൽ അച്ഛനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന മകൾ എന്നെ വിശ്വസിക്കോ എന്നൊരു ഭയം. പക്ഷെ ആ കാര്യത്തിൽ ദൈവം എനിക്കൊപ്പമായിരുന്നു. അയാളുടെ വായിൽ നിന്ന് തന്നെ എൻ്റെ കുഞ്ഞ് അവളുടെ അച്ഛൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞു. വിങ്ങിപ്പൊട്ടി അവൾ പറയുന്ന ഓരോ വാക്കും അവൾ കഴിഞ്ഞു പോയ വർഷങ്ങൾ അനുഭവിച്ച് തീർത്ത വേദനകളാണെന്ന് ആലോചിക്കാൻ നിവി ഉൾപ്പെടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതൊക്കെ കഴിഞ്ഞില്ലേ, മോളെല്ലാം മനസ്സിലാക്കി നിനക്കൊപ്പം പോകുന്നില്ലേ? ഇനി അവനെ നിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കി വിടാനുള്ള വഴി നോക്കാം. അവളെ ചേർത്ത് പിടിച്ച് നിറകിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അബി പറയെ ബാക്കിയുള്ളവർ നിറഞ്ഞൊഴുകി കണ്ണുകൾ തുടച്ചു. ആ വീട്ടിൽ നിന്നും ഇറങ്ങിയാലോ അയാളെ പിരിഞ്ഞു പോകുന്നതിലോ എനിക്കൊരു വിഷമവും ഇല്ല. പിന്നെ എൻ്റെ കണ്ണ് നിറയുന്നത് അയാൾ എന്നോട് ചെയ്ത ദ്രോഹവും. അന്ന് അതൊക്കെ ഞാൻ അങ്ങനെ സഹിച്ചു എന്ന് ഓർത്തുവാണ്. പക്ഷെ എൻ്റെ കുഞ്ഞ് ഒരുപാട് തകർന്നു പോയിട്ടുണ്ട് അബി. എല്ലാം അറിഞ്ഞ നിമിഷം ഞാൻ തകർന്നു പോയതിലും കൂടുതൽ തകർന്നതും സങ്കടം അനുഭവിക്കുന്നതും അവളാണ്. നിവിയുടെയും മഞ്ജുവിൻ്റെയും നടുവിൽ തുളുമ്പുന്ന മിഴികളോടെ ഇരിക്കുന്ന ആ കുഞ്ഞു പെണ്ണെ നോക്കി ആര്യ പറഞ്ഞു. അതൊന്നുമില്ല ചേച്ചി നോക്കിക്കോ, ഞങ്ങളെ കുഞ്ഞു പെണ്ണ് നല്ല ചുണക്കുട്ടിയായി നിൽക്കും. ഇല്ലടാ, നീ വേണം ഈ പേടിത്തൊണ്ടി അമ്മയ്ക്ക് ധൈര്യം പകർന്നു കൊടുക്കാൻ. വേദുവിൻ്റെ മുഖത്തെ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റിയിട്ട് അഞ്ചു പറഞ്ഞു. എനിക്ക് വിഷമമൊന്നുമില്ലമ്മ, എനിക്ക് അച്ഛനെ ഇനി വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഉപദ്രവിക്കണ്ട, എവിടെയും ജീവിച്ചോട്ടെ. പറഞ്ഞു വന്നപ്പോഴേക്കും വേദ മുഖം പൊട്ടിക്കരഞ്ഞു. അമ്മയുടെ പൊന്ന് സങ്കടപ്പെടലേ. അവൾ ആ സംസാരം കേൾക്കി ഒരു പിടച്ചുട നിവി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അമ്മായി. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. പക്ഷെ എനിക്കിനി കാണണ്ട, എന്നെയും കാണണ്ട, പക്ഷെ നോവിക്കണ്ട. അച്ഛന് ഞങ്ങളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒക്കെയും അഭിനയമായിരുന്നിരിക്കും. ഇരു കൈകൊണ്ടും കണ്ണും മുഖവും അമർത്തി തുടച്ചുകൊണ്ട് ആ കുഞ്ഞു പറഞ്ഞു. അതിനാരും ഉപദ്രവിക്കുന്നു, അയാളൊന്നും ചെയ്തെന്ന് അമ്മായി വാക്ക് കൊടുത്തതല്ലോ അമ്മയ്ക്ക്. മോളെ നേരത്തെ കണ്ടിരുന്നല്ലോ. പിന്നെ സ്നേഹം, അത് നീ പറഞ്ഞത് സത്യമാണ് മോളെ. നിന്നോടെങ്കിലും ആത്മാർത്ഥ സ്നേഹമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അയാൾ പ്രവർത്തിക്കില്ലായിരുന്നു. വേദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിവി പറഞ്ഞു. നിവി ചോദിച്ചു കേട്ട് വേദ് മെല്ലെ എന്ന് മോള് വാ, നമുക്ക് ഈ അമ്മായി അപ്പുറത്തെ പറമ്പിലെ കുളം കാണിക്കാൻ കൊണ്ടുപോകാം. പാവം ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. വേദിന് സങ്കടം മാറ്റാൻ എന്നോണം പറഞ്ഞു അഞ്ചു. പോവാം. നിവിയെയും മഞ്ജുവിനെയും നോക്കി തലയാട്ടി പറഞ്ഞിട്ട് എഴുന്നേറ്റ് വേദു. അത് കാണി ആര്യയ്ക്കൊപ്പം തന്നെ ആശ്വാസം തോന്നി അബിക്കും രാധിക്കും. എന്നാലും ഒരു മനുഷ്യരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണല്ലോ അബി. ആണായാലും പെണ്ണായാലും ചതിയും വഞ്ചനയും കൊണ്ട് നടക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയും നമ്മൾ? ഇതിനൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കിടത്തി നരകിപ്പിക്കണം. രാത്രിയിൽ സച്ചിനും അബിയും കൂടെ വന്ന് നിരഞ്ജനെയും കുട്ടി വിനയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിരുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്നത്തെയും പോലെ ആ ചോദ്യം നിരഞ്ജന്റെ ആയിരുന്നു. അവനെ ശരിക്കൊന്ന് പെരുമാറണം അബി, അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. സച്ചിൻ കൈകൾ കൂട്ടിത്തിരുമി പല്ല് കടിച്ച് ദേഷ്യം മടക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കതിന് നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ വ്യക്തമല്ലായിരുന്നു. 1-2 തവണ ഹോട്ടൽ ലാവണ്യയിൽ വെച്ച് ഞാൻ എൻ്റെ പെണ്ണിനൊപ്പം ഈ പ്രവീണിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പെണ്ണ് മറ്റാരുമല്ല, ആ വൈഷ്ണവിയായിരുന്നു. ആ പേര് വിനയ് പറഞ്ഞപ്പോൾ തന്നെ അബിയുടെ കടപ്പല്ലി ഞെരിഞ്ഞാമർന്നു. എന്നിട്ട് ഡോക്ടർക്ക് എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? സച്ചിനാണ് ചോദിച്ചത്. എടോ, അത് മുൻപ് ഒരു ദിവസം അഞ്ചു ഉള്ള ഫോട്ടോ കാണിച്ചു തന്നിരുന്നു. പക്ഷെ അവൻ്റെ സഹോദരി എന്ന് പറഞ്ഞ ഫോട്ടോയിൽ തന്ന ഒരാളെ ഞാൻ അങ്ങനെ സംശയിക്കും. പക്ഷെ അവളുടെ പെരുമാറ്റവും അവർ ഒരുമിച്ച് ഹോട്ടലിലേക്ക് കയറി പോകുന്നതും കൂടെ കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നിയത്. പക്ഷെ വ്യക്തമായി തെളിവില്ലാതെ എങ്ങനെ പറയുമെന്നോർത്ത് മടിച്ചിരുന്നതാണ് ഞാൻ. വിനീ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞു. കൊല്ലാൻ പാടില്ല, എന്നാൽ ചത്തുപോയെങ്കിലെന്ന് അവന് തോന്നണം. ആ അവസ്ഥയിലെത്തിക്കണം. നിരഞ്ജൻ കലിയോടെ പറഞ്ഞു. ഇതിപ്പോ അവനൊന്നും ചെയ്യരുതെന്നാണ് ആര്യ പറഞ്ഞിരിക്കുന്നത്. അവൾ മാത്രമല്ല വേദുവും. എനിക്കിനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ് ആര്യ പറയുന്നത്. വേദുമോൾക്ക് പിന്നെ അച്ഛനെ ഇഷ്ടമല്ല, പക്ഷെ ഉപദ്രവിക്കണ്ടെന്നാണ് അഭിമെല്ല പറഞ്ഞു. അതുകൊണ്ട് നീ അവനെ വെറുതെ വിടാൻ പോവാണോ? നേരിട്ട് പോയി പറഞ്ഞിട്ടൊന്നും ചെയ്യണ്ട. ആളറിയാതെ ചെയ്തെന്ന് അവനും തോന്നും വിധത്തിൽ അടിച്ചു പെരുക്കണം പട്ടിയെ. നിരഞ്ജൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അത് തന്നെയാണ് അളിയന്റെയും അനിയത്തി പറഞ്ഞതും. ആ വാക്കുകളിൽ പോലും നിങ്ങളുടെ പെങ്ങളാണെന്ന് അവൾ തെളിയിച്ചു. ആ വിഷമത്തിലും പറയുമ്പോൾ ചെറിയൊരു ചിരി തിരിഞ്ഞിരുന്നു അബിയിൽ. എൻ്റെ കുഞ്ഞ് എന്തു പറഞ്ഞു? ആകാംക്ഷയുടെ നിരഞ്ജൻ ചോദിച്ചു. അവളാണ് ആര്യയ്ക്ക് വാക്ക് കൊടുത്തത് പ്രവീണിനൊന്നും ചെയ്യില്ലെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞത് അവന് നല്ല ഒന്നാന്തരം ഈട്ടടി കൊടുക്കാൻ, പിന്നെ വൈഷ്ണവിയെ തല്ലാൻ പോകുമ്പോൾ അവളെ കൂടെ കൊണ്ടുപോകാൻ. ആളറിയാതിരിക്കാൻ അവൾ മുഖം മറച്ചോളാന്ന് അബി പുഞ്ചിരിയോടെ പറഞ്ഞു. അച്ഛനും അമ്മയും പോയതോടെ ഞാൻ കിടപ്പിലായതോടെ അവളെ കുറുമ്പും കുസൃതിയും ഒക്കെ പോയെന്ന് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ അവൾ പറഞ്ഞെന്ന് പറഞ്ഞ് നീ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ എനിക്കെന്ത് സന്തോഷമാണെന്നറിയോ?
നനമുറിയ മിഴികൾ അമർത്തി തുടച്ചുള്ളൊരു ചിരിയോടെ നിരഞ്ജൻ പറഞ്ഞു. നിവിയെ തന്റെ കയ്യിൽ കെട്ടിയ ദിവസം മുതൽ ഇന്ന് വരെയുള്ള അവളുടെ കുറുമ്പും കുസൃതിയും പിണക്കവും ഇണക്കവും ഒക്കെ ഓർത്ത് പുഞ്ചിരിയോടെ ഇരുന്നു നിരഞ്ജൻ. ഇനി അവളെന്ന് സന്തോഷവതിയായിരിക്കും നിരഞ്ജൻ. അബിക്കും അവന്റെ വീട്ടുകാർക്കുമൊപ്പം ഒരിക്കലും നിന്റെ അനിയത്തിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. അതിന് ഞാൻ ഉറപ്പു തരാം. നിരഞ്ജന്റെ സന്തോഷവും മുഖത്തെ ചിരിയും കാണെ വിനയ് അവന്റെ തോൾ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം ഡോക്ടറെ. നിരഞ്ജൻ സന്തോഷത്തോടെ മുന്നിൽ ഇരിക്കുന്നവരെ നോക്കി പറഞ്ഞു. എന്നാൽ പിന്നെ നിവിത പറഞ്ഞ പോലെ നമുക്ക് പ്രവീണിനെ ശരിക്കൊന്ന് കാണണ്ടേ? ചെറുചിരിയോടെ വിനയ് തിരക്കി. ഉടനെ വേണ്ട ഡോക്ടറെ, ഒരാഴ്ച നമുക്ക് കാത്തിരിക്കാം. വിനയ് തടഞ്ഞുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. എന്റെ ചേട്ടാ, അവനെ ഒരു ദിവസം പോലും അങ്ങനെ സൂഹിക്കാൻ വിടാൻ പാടില്ല. സച്ചിൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. എന്റെ പിള്ളേരെ, ഇന്ന് ഈ നേരമായിട്ടും ആ അമ്മയും കുഞ്ഞും ഇവിടെ എത്തിയോ എന്ന് പോലും അവൻ അന്വേഷിച്ചിട്ടില്ല. എന്നിട്ടും ആ മോള് അവൾക്ക് അവളുടെ അച്ഛനോട് എത്ര സ്നേഹമുണ്ടായിട്ടാകും അയാളെ വേദനിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവളെ നമ്മളും വേദനിപ്പിക്കരുത്. ഉടനെ ആ പിശാചിന് എന്ത് പറ്റിയെന്ന് അറിഞ്ഞാലും അവർക്ക് മനസ്സിലാകും അബിയാണത് ചെയ്തതെന്ന്. അത് വേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് അവനെ ശരിക്കൊന്ന് സ്നേഹിക്കാം. അതല്ലേ നല്ലത്. മൂവരെ നോക്കി നിരഞ്ജൻ പറയേ അതാണ് ശരിയെന്ന് തോന്നിയ മൂന്നാളും ഒരുപോലെ തലയാട്ടി സമ്മതിച്ചു. എങ്കിൽ പിന്നെ തൽക്കാലം ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നോക്കാം അല്ലേ? അഭിപ്രായം അറിയാനെന്നോണം അബി മുന്നിലിരിക്കുന്നവരെ നോക്കി. അതാണ് നല്ലത്. ആ കാര്യം ആദ്യം നടക്കട്ടെ. നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ടെത്തി കേസുമായി മുന്നോട്ട് പോകേണ്ട വഴി ആദ്യം നോക്കാം. നിരഞ്ജൻ കാര്യമായ ആലോചനയോടെ പറഞ്ഞു. നമ്മുടെ അഭിനയ സിംഹം ലക്ഷ്മിയുടെ കാര്യത്തിൽ അടുത്ത പടിയായി എന്താണെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാ ചതിയത്തികളെയും ചതിയന്മാരെയും ഒക്കെ ഒഴിവാക്കി വിട്ടിട്ട് വേണം സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ. ലക്ഷ്മിയെയും വൈഷ്ണവിയെയും പ്രവീണിനെയും ഒക്കെ ഓർത്തുകൊണ്ട് വീർപ്പോടെ പറഞ്ഞു. അത് അഭി പറഞ്ഞത് കറക്റ്റാണ്. ഇതിനൊക്കെ വീടിനുള്ളിൽ താമസിപ്പിച്ചിട്ട് എന്ത് ധൈര്യത്തിൽ നമ്മൾ കിടന്നുറങ്ങും? സച്ചിനും പറഞ്ഞു. ഇപ്പോ ലക്ഷ്മിയല്ല അഭിനയിക്കുന്നത്, ഈ ഞാനാണ്. നാളെ രാവിലെ അടുത്ത നാടകം ആരംഭിക്കും. ആ നാടകത്തിൽ ലക്ഷ്മി ഒന്ന് ആടി ഉലയും. അതിന് കാഴ്ചക്കാരായി നിങ്ങളൊക്കെ വേണം. നേർത്തൊരു പൂച്ചച്ചിരിയോടെ നിരഞ്ജൻ പറഞ്ഞു. നാളെ എന്താ? എങ്ങനെയാണ് അവൾക്കെതിരെയുള്ള അടുത്ത നീക്കം? അത് വേറൊന്നുമല്ല വിനി. അന്ന് എന്റെ കുഞ്ഞി വീട്ടിൽ നിന്നും കണ്ടെടുത്തുകൊണ്ടുവന്ന ആ സ്വർണവും എന്റെ കുഞ്ഞിനെ പറ്റിച്ച് അവളുടെ പേർക്ക് മാറ്റിയ ആ FD ഡോക്യുമെന്റ്സും കുഞ്ഞ് ശ്രദ്ധിക്കാതെ പോയ ആ ഷോപ്പിന്റെ ആധാരമൊക്കെ സൂക്ഷിച്ചിരുന്ന ഞങ്ങളെ അമ്മയുടെ അലമാരയുടെ താക്കോൽ കാണുന്നത് അന്വേഷിച്ച് നടപ്പാണ് ലക്ഷ്മി. നാളെ ആ താക്കോൽ വെച്ചാണ് അടുത്ത നാടകം. കുഞ്ഞെ കൂട്ടി അഭി രാവിലെ എത്തണം. എന്നെ ചികിത്സിക്കുന്ന പേരിൽ ഡോക്ടറും വരണം. ഡോക്ടർ സച്ചിന്റെ ഓട്ടോയിൽ വന്നാൽ മതി. അപ്പൊ പിന്നെ എല്ലാവരും ആയില്ലേ? ബാക്കി അങ്ങ് നമുക്ക് നാളെ നേരിൽ കാണാം. നാളെ ഒന്ന് നേരം വെളുത്താൽ മതിയെന്ന് തോന്നുവാണ്. ആ ലക്ഷ്മിയുടെ ഇളിഞ്ഞ മോന്തെന്ന് കാണാനുള്ള ത്വര ചെറുതൊന്നുമല്ല. സച്ചിൻ ഒരു ചെറുചിരിയുടെ ആത്മകഥം പോലെ പറഞ്ഞു. നാളെ ഒരു ദിവസം കൊണ്ട് തീരില്ല സച്ചിനെ. ഇനിയുമുണ്ട് ഇതുപോലെ ലക്ഷ്മിയുടെ കുറുക്കിക്കൊടുന്ന നാടകങ്ങൾ ഉണ്ടാകും. അതിന്റെ തിരക്കഥ അണിയറയിൽ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. കാണികൾ നിങ്ങൾ തന്നെ ആവും. സച്ചിനെ തോൾ പിടിച്ച് മെല്ലെ എഴുന്നേറ്റുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. എന്നാ പിന്നെ ഇറങ്ങിയാലോ? നാളെ രാവിലെ കാണാം. ഒരുപാട് താമസിക്കലേ, ഞാൻ മാത്രമേ ഇടൂ. ഇവിടെ അത് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞാണ് എന്റെ പ്രിയതമ എന്നെ ഇങ്ങോട്ട് വിട്ടത്. മെല്ലെ നടന്നു വന്ന് ഓട്ടോയിലേക്ക് കയറിയിരുന്നുകൊണ്ടാണ് നിരഞ്ജൻ ബാക്കി പറഞ്ഞത്. എന്നാ പിന്നെ നാളെ കാണാം, എല്ലാം പറഞ്ഞ പോലെ. അബി കൂടെ കരുതൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നുണ്ട് ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു സച്ചിൻ. ഡോക്ടർ എന്തു പറഞ്ഞു രഞ്ജു? വീട്ടിൽ വന്ന് കരുതൻ ലക്ഷ്മി തിരക്കി. എന്തു പറയാൻ, ട്രീറ്റ്മെന്റ് ഒക്കെ ഏകദേശമായാലോ. ഇനി കുറച്ച് മെഡിസിൻ ഉള്ളത് നാളെ രാവിലെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. പിന്നെ ജോലിയുടെ കാര്യമാണെങ്കിൽ 1-ാം തീയതി മുതൽ ടൗണിൽ ഒരു ഷോപ്പ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ടൗണിൽ എന്ത് ഷോപ്പ്? ലക്ഷ്മി ഒരു തിടുക്കത്തോടെ ചോദിച്ചു. അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഇന്ന് 15 ആയതല്ലേ ഉള്ളൂ. 1-ാം തീയതി അവൻ ഇനിയും 10-15 ദിവസമില്ലേ, അതിനുള്ളിൽ പറയാമായിരിക്കും. അവളോട് ഒന്നും പറയാൻ താല്പര്യമില്ലെങ്കിലും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു നിരഞ്ജൻ. ഡ്രസ്സ് മാറി വാരിഞ്ചോ കഴിക്കാം. നല്ല മീൻകറിയും കുഴച്ച കപ്പയുണ്ട്. അകത്തേക്ക് കയറിപ്പോയവന്റെ പിന്നാലെ ചെന്ന് ലക്ഷ്മി പറഞ്ഞു. ഞാൻ ഡോക്ടറൊപ്പം കഴിച്ചിരുന്നു ലക്ഷ്മി. പുള്ളിക്കാരൻ ഇന്ന് നൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് പുറത്തുനിന്നാണ് രാത്രി കഴിച്ചത്. എന്നെ കൂടെ നിർബന്ധിച്ചുകൊണ്ട് പോയതാണ്. തിരിഞ്ഞു നോക്കാതെ പറഞ്ഞിട്ട് നിരഞ്ജൻ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. ആ അടഞ്ഞ വാതിലിന് മുന്നിൽ പകച്ചിന്ന് പോയി ലക്ഷ്മി. കുറച്ചായി ഈ ഒഴിവാക്കൽ തുടങ്ങിയിട്ട്. രഞ്ജു വാതിൽ തുറക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം. അവൻ തന്നെ ഒഴിവാക്കി പോയതുപോലെ തോന്നിയ ലക്ഷ്മി ദേഷ്യത്തോടെ പല്ലൊക്കെ കടിച്ചു പിടിച്ചിട്ട് വാതിൽ മൂട്ടി വിളിച്ചു. നിനക്കിത് എന്താ ലച്ചു പ്രശ്നം? വാതിൽ പൊളിച്ചെടുക്കോ? ഇതേ നമ്മുടെ വീടല്ല, കുഞ്ഞിയുടേതാണ്, അത് മറക്കണ്ട. അവൾക്ക് ദേഷ്യം വന്നെന്ന് മനസ്സിലായി നിരഞ്ജൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിർത്തിക്കോ രഞ്ജു, എന്തു പറഞ്ഞാലും കുഞ്ഞി അവളുടെ ഇഷ്ടത്തിന് ഓരോരുത്തരെ കെട്ടി സ്ഥലം വിടും. നിങ്ങൾക്കൊപ്പം ഇനി ഞാനേ ഉണ്ടാകൂ രഞ്ജു. ഇനിയും പണ്ടത്തെ പോലെ കുഞ്ഞി എന്ന് പറഞ്ഞ് ജീവൻ കളയണ്ട. കടുത്ത ദേഷ്യത്തിൽ എന്താണ് പറയുന്നത് ഓർക്കാതെ വിളിച്ചു പറഞ്ഞു ലക്ഷ്മി. നിനക്കിത് എന്തു പറ്റി? എന്റെ കുഞ്ഞോട് വല്ലാത്ത ദേഷ്യം.
അവൾ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? നിന്നോടെന്നല്ല, ആർക്കും എൻ്റെ കുഞ്ഞൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. എന്നിട്ടും അതിൻ്റെ തലയിൽ കയറാനാണ് എല്ലാവർക്കും താല്പര്യം. കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളുകളാണ് ചുറ്റിനും. നീ കൂടെ അതുപോലെ ആയിക്കോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ് എനിക്ക് ആരും ഉണ്ടാകുകയുള്ളൂന്ന്. കഴിഞ്ഞ ദിവസം വിനയ് കേൾപ്പിച്ച വോയിസ് റെക്കോർഡ് ഓർക്കെ ഉള്ളിൽ ലക്ഷ്മിയെ കൊല്ലാനുള്ള വെറിയോടെയാണെങ്കിലും ചുണ്ടിലൊരു ചിരി ഒട്ടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം, ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്ത് പറഞ്ഞു പോയതാണ്. നിരഞ്ജന്റെ നോട്ടം കാണി എങ്ങനെ അവൻ വിശ്വസിക്കുന്ന രീതിയിൽ പറഞ്ഞൊഴിയുമെന്നോർത്ത് വിയർത്തു പോയി ലക്ഷ്മി. ആണോ? അറിയാതെയാണോ? പണ്ടുള്ളവർ പറയും നമ്മുടെ മനസ്സിൽ തോന്നാണ് നാവിൻ തുമ്പിൽ വരികയെന്ന്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി നിനക്ക് എൻ്റെ കുഞ്ഞോട് വല്ലാതെ ദേഷ്യമുണ്ടെന്ന്. ശാന്തനെ കൈ നെഞ്ചിൽ പിണച്ചു കെട്ടി നിന്നോട് നിരഞ്ജൻ പറഞ്ഞു. അയ്യോ, എനിക്ക് കുഞ്ഞി എൻ്റെ മകളാണ്. രഞ്ജുവിനെ അറിയില്ലത്. കണ്ണു നിറച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചു വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഒരുപാടൊന്നും ആലോചിച്ചു കൂട്ടതെ കഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ആഹാരം കഴിക്കാതെ കിടക്കരുത്. ഞാൻ ആ പഴയ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. ലക്ഷ്മിയുടെ കവിൾ തട്ടി യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ പറഞ്ഞിട്ട് നേർത്തൊരു ചിരിയുടെ അമ്മയുടെ മുറിയിലേക്ക് കയറിപ്പോയി.